പണം എന്ന് പറയുന്നത് വെറുമൊരു കടലാസ് കഷ്ണമല്ല. ചില സമയങ്ങളിൽ അതിന് ജീവന്റെ വില തന്നെയുണ്ട്. ചെറുപ്പം മുതൽ തന്നെ സമ്പത്ത് വളർത്തിയെടുക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിന് ഉറച്ച ലക്ഷ്യവും ശക്തമായ ചിന്താഗതിയുള്ള ഒരാൾക്ക് മാത്രമേ പണം ചെറുപ്പം മുതലേ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. പണത്തിന്റെ മൂല്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ഓരോരോ സാഹചര്യം വരുമ്പോഴാണ്. ജീവിതത്തിൽ വലുത് പണമല്ലെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട്. അവർ പോലും നിരന്തരം പണിയെടുക്കുന്നത് ഈ പണത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനേറെ പറയുന്നു, പണമല്ല വലുതെന്ന് പറയുന്ന പുസ്തകം പോലും വിൽക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ എങ്ങനെ സമ്പാദ്യശീലം വളർത്തിയെടുക്കാം, എങ്ങനെ സമ്പന്നനാകാം എന്നതാണ്. സമ്പാദ്യം നിങ്ങൾക്ക് പല വഴിയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. എങ്കിലും ഞാനൊരു കാര്യം പറയാം, നേർവഴിയിലൂടെ നേടിയെടുക്കുന്ന സമ്പാദ്യം മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിലകൊള്ളുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശക്തമായൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ മേഖലയിൽ നിന്നുമാണ് നിങ്ങൾക്ക് പണം വരുന്നതെന്നും എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം ചെലവാകുന്നതെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ വരുമാനത്തെക്കാളും കൂടുതൽ നമ്മുടെ ചെലവ് വരുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക ബാധ്യത കൂടുന്നത്. നമ്മുടെ ചെലവിനെ, അനാവശ്യമായ ചെലവിനെ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വരുമാന സ്രോതസ്സ് അത് കൂട്ടുവാനും കഴിഞ്ഞിരിക്കണം. അതിനെയാണ് മൾട്ടിപ്പിൾ ഇൻകംസ് എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 6 വഴിയിലൂടെ നിങ്ങൾക്ക് വരുമാനം വന്നിരിക്കണം. ഇനി നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ചെറിയൊരു വിഹിതം എപ്പോഴും സേവ് ചെയ്യുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വരുമാനം 1000 രൂപയാണെന്ന് വിചാരിക്കുക. അതിൽ 800 രൂപയും നിങ്ങൾ ചെലവഴിച്ചോളൂ. ബാക്കി വരുന്ന 200 രൂപ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന പൈസ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ഇരട്ടിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമ്പാദ്യം അല്ലെങ്കിൽ സേവിങ്സ് എത്ര ചെറുതാണെങ്കിലും അത് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇനി നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കടബാധ്യതകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ലോണുകളും കടങ്ങളും തന്നെ പരിശീലനത്തിൽ വലിയ ബാധ്യത നിങ്ങൾക്കുണ്ടാക്കും. അത് നിങ്ങളുടെ മനസ്സമാധാനം തന്നെ കളയാൻ കാരണമാകും. നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെയുള്ളവയിൽ നല്ല രീതിയിൽ നിക്ഷേപം നടത്തുക. സാമ്പത്തികമായി ബന്ധപ്പെട്ട എല്ലാ മാസികകളും പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചിരിക്കണം. ഇത് നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ലക്ഷ്യങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വപ്നം കാണുമ്പോഴും ലക്ഷ്യം കാണുമ്പോഴും ഏറ്റവും മികച്ചത് തന്നെ കാണാൻ ശ്രമിക്കുക. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അതിന് പ്രത്യേകിച്ച് ചിലവുള്ള കാര്യവുമല്ല. വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരാൾക്ക് മാത്രമേ വലിയ ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ചുറ്റുപാട്. നിങ്ങളുടെ സുഹൃത്ത് വലയം അതെപ്പോഴും വലിയ ചിന്താഗതിയുള്ളവരുമായിട്ടായിരിക്കണം. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം.